ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank the great name of God. നമ്മുടെ ചെറുമക്കൾ പാടിയത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൊതിയാണെന്നാണ്. What our children sang today is that we are yearning or we are eager to experience the presence of our Father. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ കൊതിയാണെന്നാണ്. To do His will. We are eager to do His will. നമ്മളെക്കാട്ടിലും ഈ കാര്യത്തിൽ ദൈവത്തിനാണ് കൊതി. More than we desire, God desires for this. ആമേൻ. Amen. നമ്മളെ അവന് കിട്ടുന്നില്ല എന്നതാണ് അവൻ്റെ വിഷയം. His problem is that He is not getting us. ഹല്ലേലൂയ. Amen. നമ്മൾ ഇതുപോലത്തെ ഒരു സഭാരാധനയ്ക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം അന്വേഷിക്കുന്നത്. We usually search for the presence of God when we come together as a church. അതുകൊണ്ട് തന്നെ നമുക്ക് സാന്നിധ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ പറ്റുന്നില്ല. So we are not able to experience the fullness of His presence. ദൈവം ആഗ്രഹിക്കുന്നത് നാമമായിരിക്കുന്ന ആ ഗാഢമേറിയ ബന്ധമാണ്, ഇൻറ്റിമസിയാണ്. What God desires is that to have His deep, intimate relationship with us. നമുക്ക് ദൈവത്തോടുള്ള ഇൻറ്റിമസി അല്ല ഞാൻ പറയുന്നത്. I'm not talking about our intimacy with God. ദൈവത്തിന് നമ്മോടുള്ള ആ ഗാഢമായ ബന്ധമാണ്. I'm talking about God's intimate relationship with us. കാരണം അവൻ പിതാവാം ദൈവമാണ്. Because He is our Father God. ഹല്ലേലൂയ. Hallelujah. ഒരു പിതാവിൻ്റെ ഹൃദയം എന്താണെന്ന് യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. Jesus Christ revealed to us what is the heart of the Father God. പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് ക്രൂശിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. He revealed the love of God through the cross. ഒരു പിതാവിലുള്ള ആ പിതാവിൻ്റെ ഹൃദയം നമുക്ക് അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. It has been revealed to us what is the heart of the Father. ആമേൻ. ആ പിതൃത്വത്തിൻ്റെ ശരിക്കുമുള്ള പരിജ്ഞാനം നമ്മുടെ അകത്ത് വന്നിട്ടുണ്ട്. We have received the true knowledge of His fatherhood. ആമേൻ. Amen. അതൊക്കെ നമ്മുടെ അകത്ത് ക്രമമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. And it is gradually increasing, that knowledge is increasing in us. നമ്മളാരും കർത്താവേ നീ ഞങ്ങളുടെ കൂടെ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. We don't have to ask the Lord, are you with us? അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. He is with us. ഹല്ലേലൂയ. Amen. നമ്മൾ തോന്നലുകളിലല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം. Our life should not be according to our feelings but in the Word of God. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. The Word of God has said it. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. Holy Spirit is with us. യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. Jesus Christ is with us. പിതാവാം ദൈവം നമ്മുടെ കൂടെയുണ്ട്. The Father God is with us. ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് നാം വരുമ്പോഴാണ് അത് നമ്മുടെ അകത്ത് വിശ്വാസമായി വരുന്നത്. When we come into the revelation of the scripture is when we come into the faith. ഹല്ലേലൂയ. ആ Hallelujah. വിശ്വാസത്തിൽ വരുമ്പോൾ നാം അത് പറയാൻ തുടങ്ങും. And when we come in the faith we will speak it or we will confess it. അങ്ങനെ വിശ്വാസത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ ആ സാന്നിധ്യം നമ്മൾ ഓരോ നിമിഷവും അനുഭവിക്കാൻ തുടങ്ങും. And when we begin confessing the faith we will begin to experience in every minute of our life His presence. പെട്ടെന്ന് എൻ്റെ അകത്ത് വന്ന് ഒരു വചനം വായിക്കാൻ വേണ്ടി പോവുകയാണ്. I'm going to read a verse which came into my heart. അതല്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. I was not going to preach about it but I would like to read it. എങ്കിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. We'll read from Ephesians chapter 4 അതിൻ്റെ 6-ാം വാക്യം. verse 6. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി എഫേസ്യർക്ക് എഴുതിയ ലേഖനവും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. We've been reading the book of Colossians and Ephesians from the past 2 weeks. അതിൻ്റെ അർത്ഥം മറ്റ് വേദഭാഗങ്ങൾ വായിക്കാൻ പറ്റത്തില്ലെന്നല്ല. Does not mean you should not read other portions of the scripture. നിങ്ങളെ ആത്മാവ് നയിക്കുന്ന വേദഭാഗമൊക്കെ വായിച്ചുകൊണ്ടിരിക്കാം. You can keep reading all the portions which the Spirit leads you to read. പക്ഷേ സഭയായി നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് എഫേഷ്യൻസും കൊലോഷ്യൻസുമാണ്. But as a church together we are reading the book of Colossians and Ephesians. കാരണം പരിശുദ്ധാത്മാവിന് നമ്മിലേക്ക് വലിയ ആത്മീയ വെളിപ്പാടുകൾ നൽകുവാൻ ആഗ്രഹമുണ്ട്. Because the Holy Spirit desires to give us
great revelations. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ വചനം പറയാണ്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. Ephesians chapter 4 verse 6, it's written, one God and Father of all, who is above all and through all and in you all. Amen. അവൻ എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനാണ്. It says he works through all എല്ലാവരിലും ഇരിക്കുന്നവനാണ്. and he is in you all. നിങ്ങൾ ദൈവത്തെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. You don't have to walk around searching for God. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നോ നമ്മുടെ രോമം എഴുന്നേൽക്കുന്നുവോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. You don't have to check your body or your skin to see if you're experiencing the presence of God. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഉണ്ടവൻ. He is with us. അതാണ് നമ്മൾ വചന വെളിപ്പാട് പ്രാപിക്കുന്നത്. And this is what we receive through the revelation of the scripture. ഹല്ലേലൂയ. Hallelujah. നമ്മൾ എന്തിനാ വചനം വായിക്കുന്നത്? Why do we read the scripture? വചനത്തിലാണ് ദൈവത്തിൻ്റെ ഹൃദയമുള്ളത്. Because in the word it has the heart of God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ നിരന്തരം വചനം വായിക്കണം. We should consistently read the word. നിരന്തരം വചനം കേൾക്കണം. We should keep hearing the word. വചനത്തിലൂടെയാണ് നമ്മുടെ അകത്ത് വിശ്വാസം വരുന്നത്. Faith comes into our heart through the word. ആ വിശ്വാസം വരുമ്പോഴാണ് നമ്മൾ വാ തുറന്ന കാര്യങ്ങൾ പറയുന്നത്. And when the faith comes is when we can open our mouth and speak it. ഹല്ലേലൂയ. Hallelujah. നാം പറയുമ്പോഴാണ് ആ നിവർത്തിക്കാൻ സാന്നിധ്യം ചലിച്ചു തുടങ്ങുന്നത്. And when we speak is when the presence of God moves to accomplish it. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. Holy Spirit is with us. അവൻ നമ്മുടെ ആത്മാവിൽ He അധിവസിക്കുന്നുണ്ട്. is dwelling in our spirit. അവൻ്റെ പ്രത്യേക അളവിലുള്ള അഭിഷേകം, സാന്നിധ്യം, ശക്തി നമ്മുടെ മേലുണ്ട്. And his level of his anointing, his power and his presence is upon us. അവൻ്റെ കൂട്ടായ്മ നമ്മുടെ കൂടെയുണ്ട്. And his fellowship is with us. നിങ്ങൾ തപ്പി നോക്കിയിട്ട് അവനെ കാണുന്നില്ലായിരിക്കാം. Maybe when you search for him you may not find him. നിങ്ങൾ അനുഭവങ്ങളെ മാത്രം നോക്കുന്നത് കൊണ്ടാണ് അത്. It is because you're searching for those experiences. അനുഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. Experiences will be always there. അനുഭവിക്കുന്നില്ലെങ്കിലും അവൻ കൂടെയുണ്ട്. Even if you're not experiencing him, he is still with us. അത് വിശ്വാസത്തിൽ നാം തിരിച്ചറിയുന്ന കാര്യമാണ്. This is something we realize through our faith. അപ്പോൾ ആഴത്തിൽ വചനത്തിനകത്ത് നമുക്ക് ബോധ്യമുണ്ടാകണം. So we should have a deep conviction in the scripture. അങ്ങനെ വചനം നമ്മുടെ അകത്ത് വരുമ്പോൾ അത് വിശ്വാസമാകും. So when the word comes in, it becomes faith. ആ വിശ്വാസം തരുന്നത് പരിശുദ്ധാത്മാവാണ്. And that faith gives us the Holy Spirit. അതുകൊണ്ട് അവനെ വിശ്വാസത്തിൻ്റെ ആത്മാവെന്ന് വിളിക്കുന്നത്. That's why he's spoken of as the spirit of faith. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ആത്മാവ്. He is the spirit of faith. നമുക്ക് വിശ്വാസമൊന്നുമില്ല കേട്ടോ. We don't have faith. അതിനെ നമുക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. That's why he has given us the spirit of faith. ഞാൻ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ ബന്ധപ്പെട്ട ചില വാക്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. Past days I've been examining some of the scriptures concerning the Holy Spirit. സകലവും നമ്മിൽ നിവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Holy Spirit is the one who accomplishes everything in us. Amen. Amen. നമുക്ക് വേണ്ടിയ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അനുഗ്രഹങ്ങളും പിതാവാം ദൈവം ക്രിസ്തുവിൽ തന്നിരിക്കുക. Already the Father God has given us everything we need for our spiritual life and for this earthly life in Christ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക. God has blessed us with every spiritual blessings in Christ. ഇനി നമുക്ക് തരുവാൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു അനുഗ്രഹവും മിച്ചമിരിപ്പില്ല. There's nothing left behind. There's no more balance blessings for God to give us. നമ്മൾ പിന്നെയും പറയാം, എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. But we keep on saying God bless me and bless me. എന്താ കാരണം? Why? കാരണം എന്താ? What is the reason? നമ്മുടെ അകത്ത് ആ വചനമില്ലാത്തതുകൊണ്ടാണ്. Because we don't have this word in us. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച വചനം, ആ വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കത്തില്ല. If we have the revelation of the word of God which says that God has blessed us with every spiritual blessings in Christ, we will not pray for God to bless us. പ്രാർത്ഥന നന്ദി പ്രകാശനമായി മാറ്റപ്പെടും.
our prayer will turn into thanksgiving. ആമേൻ. Amen. നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനയും തുടങ്ങുന്നത് വിലാപത്തിലും കരച്ചിലുമൊക്കെ ആയിരിക്കാം. Most of the times our prayers may begin with supplications and tears. നമ്മൾ ഭാരമുള്ള ഹൃദയത്തിലോട് കൂടി പ്രാർത്ഥിക്കുകയായിരിക്കാം. We may be praying with a heart full of burden. പക്ഷെ പ്രാർത്ഥന കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രാർത്ഥന താങ്ക്സ് ഗിവിംഗ് ആയി മാറ്റപ്പെടും. But at the end of the prayer, it has to automatically turn into a prayer of thanksgiving. നിങ്ങൾ അറിയാതെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. Without even our knowledge, we will begin giving thanks to God. പ്രാർത്ഥന ആരംഭിച്ചത് ഭാരത്തോടും നിരാശയോടും കണ്ണുനീരോടും കൂടെയൊക്കെ ആയിരിക്കാം. Maybe our prayer started in a burden and in tears. നിങ്ങൾ ഇൻറ്റർസെഷൻ, പക്ഷവാദവും സപ്ലിക്കേഷൻ, നിങ്ങൾ യാചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം. Maybe you've been interceding for others and you may be submitting your supplications. ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം അങ്ങ് ഉയരും. But after a few minutes, your heart will arise. നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. And you will begin to say, to give thanks to God. എന്താ കാരണം? What is the reason? നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. Because now the spirit of faith is moving in your heart. വചനം പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. The word of God says all that does not come from faith is sin. ആമേൻ. Amen. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതെല്ലാം എന്താ? പാപമാണ്. Everything that does not come from faith, it's a sin. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പാപമായി അവസാനിക്കില്ല കേട്ടോ. So let not our prayer end as a sin. നിരാശയുടെ പ്രാർത്ഥനയായി തീരരുത്. Let it not become a prayer of burden. ഭാരമുള്ള പ്രാർത്ഥനയായി തീരരുത്. Not become a prayer of burden. അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും പ്രാർത്ഥനയായിട്ട് അവസാനിക്കരുത്. It should not end as a prayer of doubt and questions. അതിനാ പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉയർത്തും. That's why when you start praying, Holy Spirit will lift up your heart. നിങ്ങൾ പോലും അറിയാതെ വാ തുറന്ന് താങ്ക് യു ലോർഡ്, നന്ദി പിതാവേ എന്ന് പറയാൻ തുടങ്ങും. And without even your knowledge, you will begin saying, "Thank you, Father." നമ്മൾ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം. Maybe we are praying for the presence of God. പ്രാർത്ഥന നമ്മൾ സാന്നിധ്യം അനുഭവിക്കുന്നില്ലായിരിക്കാം. Because we may not be experiencing the presence of God in the prayer. നമ്മൾ ആത്മാവിലും പ്രാണനിലും ഒക്കെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ ഞരങ്ങുകയായിരിക്കാം. Maybe we are struggling to experience the presence of God in our spirit and soul. അല്പം കഴിയുമ്പോൾ നിങ്ങൾ താങ്ക് യു ലോർഡ് എന്ന് പറയാൻ തുടങ്ങും. നന്ദി കർത്താവ് എന്ന് പറയാൻ തുടങ്ങും. But after a few minutes, you will begin saying, "Thank you, Lord." എന്താ കാരണം? What is the reason? ആ കൃപയുടെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങി. Because the spirit of grace is moving in you. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവിന് നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. We should give great importance and priority to Holy Spirit. എന്ന് വെച്ചാൽ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന് നിങ്ങൾ അവസരം കൊടുക്കണം. It means that you have to give opportunity to the Holy Spirit in every minute of your life. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഗാഢമായ ബന്ധത്തിലേക്ക് ചേർന്ന് വരണം. You should come closer into that intimate relationship with the Holy Spirit. ആഴ്ചയിൽ ഒരിക്കൽ ഒരാളെ കണ്ടുമുട്ടിയാൽ ആഴ്ചയിൽ ഒരിക്കലേ ഒരാളെ കാണുന്നുള്ളൂ, കൈ കൊടുക്കുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളെങ്കിൽ അതിനകത്ത് ഇൻറ്റിമസി ഒന്നുമില്ല, ആ ഗാഢമായ ബന്ധമൊന്നുമില്ല. There's no intimacy between you and a person if you only greet him or meet up with that person once a week. അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരാളെ കണ്ടാൽ എന്താ ഇൻറ്റിമസി ഉള്ളത്? If you meet with a person once a month, where is the intimacy? എല്ലാ ദിവസവും കാണുമ്പോഴേ എന്തുള്ളൂ? അടുപ്പം ഉണ്ടാകുന്നുള്ളൂ. Only you will have that closeness in the relationship when you are meeting every day. എല്ലാ ദിവസവും സംസാരിച്ചെങ്കിൽ അടുപ്പം ഉണ്ടാകുന്നുള്ളൂ. There's only experience if you talk with that person every day. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവുമായി നിങ്ങൾക്ക് എല്ലാ നിമിഷവും സംസാരിക്കാം. You can talk with the Holy Spirit every minute. അതെനിക്ക് എൻ്റെ ഭാര്യയുമായി ചെയ്യാൻ കഴിയത്തില്ല. I can't do that with my wife. 24/7 എനിക്ക് എൻ്റെ ഭാര്യയുമായി സംസാരിക്കാൻ പറ്റത്തില്ല. It's not possible for me to talk with my wife 24/7. 24 മണിക്കൂറും എനിക്ക് എൻ്റെ ഭാര്യ കൂടി ഇരിക്കാൻ പറ്റത്തില്ല. I cannot sit with my wife 24 hours a day. വളരെ പ്രയാസപ്പെട്ട 2 ദിവസം ഞങ്ങൾ മാറിയിരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. It was with great struggle we sat together aside for prayer. ഈ മെയ് 1 ഞങ്ങളുടെ
29 വർഷം വിവാഹ ജീവിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക. This May 1st, we completed 29 years of marriage. സോ ഞങ്ങൾ May 1st May 2 2 ദിവസം മാറിയിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. So May 1st and May 2nd, we went apart to sit together for prayer. അത് വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. These opportunities are rare. കറക്റ്റ്. Amen. എൻ്റെ ഭാര്യയുമായി എനിക്ക് എല്ലായ്പ്പോഴും വർത്തമാനം പറയാൻ സമയം കിട്ടത്തില്ല. I won't have time to talk with my wife all the time. എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കാണത്തില്ല. Or my wife will not be always with me. പക്ഷേ പരിശുദ്ധാത്മാവ് 24/7 എൻ്റെ കൂടെ ഉണ്ട്. But the Holy Spirit is always with me. He with me 24/7. നമ്മുടെ കണ്ണ് തുറക്കണേ. Our eyes should be opened. ഞാൻ ദിവസങ്ങളിൽ പ്രസംഗം ഒന്നും തയ്യാറാക്കുന്നില്ല. In these days, I'm not preparing any sermons. ഒരു വാക്യം പോലും പ്രാപിക്കാതെ ഇവിടെ നിൽക്കുന്നത്. I'm standing here without even receiving a ഞാൻ scripture. പണ്ട് അങ്ങനെയല്ല, പ്രാർത്ഥിച്ച് നല്ല ടോപ്പിക് എടുത്ത് ഒരുങ്ങി അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി പഠിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. I was not like this before. I used to pray, select a good topic, make it a beautiful sermon, and come here fully prepared. ഇപ്പം ഞാൻ ഒന്നും ചെയ്യാറില്ല. But now I'm not doing anything. ഞാൻ വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. I just read and I pray. ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും തരാൻ വേണ്ടി നിൽക്കുകയാണ്. When I stand here, I am standing here for God to give me something. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? Are we understanding? 24/7 പരിശുദ്ധ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. Holy Spirit is with us 24/7. എന്നെ കേൾക്കണേ. Please listen. നമ്മൾ ഒത്തിരി പഠിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. There's no more benefit for us to learn a lot. എനിക്ക് ദൈവം തന്ന പരിജ്ഞാന പ്രകാരം ഒത്തിരി കാര്യം ഞാൻ പഠിപ്പിക്കാനും പോകുന്നില്ല ഇനി. And I'm not going to teach according to the knowledge God has given me. ലഭിക്കുന്ന എല്ലാ വെളിപ്പാടും നിങ്ങൾക്ക് തരാനും പോകുന്നില്ല. And I'm not going to give you all the revelations I receive. നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട്. Because you don't need it. ആമേൻ. ഞാൻ കുറച്ചങ്ങ് അകത്ത് വെക്കുക. So I'm just keeping it for myself. ഞാൻ കുറച്ച് സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുക. I'm turning a bit selfish. ഹല്ലേലൂയ. എല്ലാം തരത്തില്ല. I'm not going to give everything. എന്നാൽ ലഭിക്കുന്നത് നമുക്കങ്ങ് ജീവനാകണം. But what we receive, നമുക്കറിയാം, നമുക്കിതൊക്കെ അറിയാം. We know all these things. അനുഭവമാകട്ടെ. But let it become experience. വെളിപ്പാടാകട്ടെ. Let it become revelation. ജീവനാകട്ടെ. Let it become life. നമ്മൾ ഇത് മാംസം ധരിക്കട്ടെ. Let it bear flesh in us. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുക. The Holy Spirit is dwelling within our spirit. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ആത്മാവിൽ വസിക്കാൻ പറ്റത്തില്ല. My wife cannot dwell in my spirit. വേണമെങ്കിൽ പറയാം, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിന്നെ ചുമക്കുന്നൊക്കെ പറയാം, ചുമ്മാതാ. But maybe we can say I carry you in my heart, but it's nothing. It's okay. അങ്ങനെയൊക്കെ തന്നെയാണ്. Maybe it is like that, it's fine. എന്നാൽ പരിശുദ്ധ ആത്മാവ് എൻ്റെ ആത്മാവിൽ ഒരു വ്യക്തിയായി താമസിക്കുക. But the Holy Spirit is dwelling within my spirit as a person. അവനെ വ്യക്തിയായിട്ട് അറിയണം. We need to know him as a person. നിങ്ങൾ അന്തരാത്മാവിൽ ജീവിക്കാൻ വന്ന ദൈവമായിട്ട് അറിയണം. We should know him as the God who came into our inner being. നമുക്ക് ഒത്തിരി വാക്യങ്ങളുണ്ട്. പിതാവും പുത്രനും നമ്മിൽ വ്യാപരിക്കുന്നു. We have a lot of scriptures which says the Father and the Son works in us. പിതാവും പുത്രനും നമ്മിൽ ഇരിക്കുന്നു. The Father and the Son is in us. നമുക്ക് ഒത്തിരി വചനമുണ്ട്. We have a lot of scriptures. കറക്റ്റ്, ശരിയല്ലേ? Is it ഇതൊക്കെ correct? എങ്ങനെയാ പിതാവും പുത്രനും നമ്മൾ ഇരിക്കുന്നത്? But how is that the Father and the Son is sitting in us? എങ്ങനെയാണ് പിതാവും പുത്രനും നമ്മൾ വ്യാപരിക്കുന്നത്? How is that the Father and the Son will work in us? ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. It is all through the Holy Spirit. ഇതൊരു നമ്മുടെ ചിന്തയ്ക്ക് ഒതുങ്ങാത്ത ഒരു വലിയ മർമ്മ മിസ്റ്ററിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ദൈവം. It is beyond our understanding, this great mystery of the Father, the Son and the Holy Spirit. ആ ദൈവം നമുക്ക് ക്രമമായി ഓരോ വ്യക്തിക്കും അത് വെളിപ്പെടുത്തി കൊടുക്കും. God will gradually reveal that to each person. അതിനെക്കുറിച്ച് പഠിക്കാനൊന്നും പോകണ്ട. We don't have to go after to study it. നമുക്കൊരു പിതാവാം ദൈവമുണ്ട്. We have a heavenly Father. നമുക്കൊരു കർത്താവുണ്ട്, അവന്റെ പേര് യേശുക്രിസ്തു We എന്നാണ്. have a Lord and his name is Jesus Christ. നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും
ആത്മാവായ പരിശുദ്ധാത്മാവുണ്ട്. And we also have the Holy Spirit, who is the Spirit of the Father and of the Son. അത്രമാത്രം പറഞ്ഞാൽ മതി. We should. This is enough to know. അതിൻ്റെ ആഴമേറിയ മർമ്മങ്ങളൊക്കെ നമ്മൾ ക്രിസ്തുവിൽ വളരുന്നതനുസരിച്ച് നമ്മുടെ അകത്ത് പെതുക്കെ പെതുക്കെ വന്നോളൂ. And as we gradually grow deeper and deeper in the knowledge of Christ, these revelations will also grow. പിതാവും പുത്രനും നമ്മൾ ഇരിക്കുന്നു. The Father, the Son, and the Holy Spirit is with us. നമ്മിലൂടെ വ്യാപരിക്കുന്നു. They are working through us. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? How all this is possible? നമ്മൾ വസിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെയാണ്. It is through the Holy Spirit who is dwelling in us, who is the Spirit of the Father and of the Son. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായി നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. So we should create a personal relationship with the Holy Spirit. അവൻ നമ്മുടെ അകത്താണ്. He is in us. ഒരു വ്യക്തിയായി നമ്മുടെ ആത്മാവിലുണ്ട്. He is dwelling in our spirit as a person. അവനുമായുള്ള ആ ഫെലോഷിപ്പിൽ നമ്മൾ വളരാൻ തുടങ്ങണം. We should grow up in that fellowship with the Holy Spirit. രണ്ട്, അവന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്. Secondly, the presence of the Holy Spirit is upon us. അത് നമുക്കറിയത്തില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ വ്യക്തമാണത്. Even though we may not realize it, it is clear. It is open in the spiritual realm. ജ്വലിക്കുന്ന ഒരു അഗ്നിയുണ്ട്. There's a fire that it is burning upon us. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ പതിപ്പിച്ചിട്ടുണ്ട്. God has sealed us with the seal of the Holy Spirit. 1000 പേർ നിൽക്കുന്ന ഒരു വിവാഹ ചടങ്ങിൽ, ഒരു മാർക്കറ്റിൽ, ഒരു റോഡിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ കാണാൻ പറ്റും ചിലരുടെ മേൽ ആത്മാവിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. The spiritual realm can see the seal of the Holy Spirit upon you when you are among thousands of people, be it in a marriage function, in a marketplace, wherever you go. അവന്റെ ഫെലോഷിപ്പ്, കൂട്ടായ്മ, ഒരു വ്യക്തിയായി നമ്മുടെ കൂടെയുണ്ട്. The fellowship of the Holy Spirit is with you. As a person, he is with you. അപ്പോൾ അവൻ നമ്മുടെ അകത്തുണ്ട്. So he is within us. നമ്മുടെ മേലുണ്ട്. He is upon us. നമ്മുടെ കൂടെ നടക്കുകയാണ്. And he is working with us. നിങ്ങൾ അവനെ അനുഭവിച്ചോ ഇല്ലയോ അത് വിഷയമല്ല. It is not a matter of whether you experience him or not. വചനം അങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു. But for the scripture is very clear. ആ വചനം നിങ്ങളുടെ അകത്ത് ജീവനാകുമ്പോൾ, when the word becomes life in you, വെളിപ്പാടാകുമ്പോൾ, when it turns into revelation നിങ്ങളുടെ അകത്ത് in your heart, it will turn into faith. വിശ്വാസം അകത്ത് വന്നു കഴിയുമ്പോൾ, and when faith has come in your അത് heart, അനുഭവമായി it will become experience. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ ചലനം അനുഭവിക്കാൻ പറ്റും. So when you begin praying, you will experience the movement of Holy Spirit. Hallelujah. Hallelujah. എൻ്റെ വൈഫ് ഓരോ കുഞ്ഞുങ്ങളെയും പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. When my wife was pregnant with each of our kids, we used to pray for them. ഓരോ സമയത്തും ഓരോ ഗർഭ കാലഘട്ടത്തിലും പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ പ്രാർത്ഥനയോട് ശക്തമായി പ്രതികരിക്കും. As we pray, we see that child is responding to the prayer. ഷേർലി പറയാറുണ്ട്, എൻ്റെ വയറ് പൊളിക്കുന്ന പോലാണ് ഇടിക്കുന്നത് പറയാറുണ്ട്. Shirley used to say that the child is kicking as if it will break my womb. പ്രാർത്ഥനയോട് പ്രതികരിക്കുന്നു. It is responding to the prayer. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാൻ ശ്രമിക്കുക. I'm just trying to say a small example. എനിക്കറിയാം ആ ഉദരത്തിനകത്തൊരു കുഞ്ഞുണ്ടെന്ന്. I know there is a child in that womb. ഞാൻ പഠിച്ച സയൻസ് പ്രകാരം, പഠിച്ച വചനപ്രകാരം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുഞ്ഞ് എന്നോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. I know that the child would respond to me to my prayer according to the science and according to the word of God. Hallelujah. Hallelujah. അതിലും വളരെ വ്യക്തമായി 24/7 എന്നോട് പ്രതികരിക്കുന്ന ഒരുവൻ എൻ്റെ അകത്തുണ്ട്. But beyond all this, there's one who responds to me 24/7. Hallelujah. Hallelujah. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അകത്ത് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. When you begin praying, he will also begin talking with you inside of ആ you. സംഭാഷണം നിങ്ങൾ ചെവിയിൽ കേൾക്കും എന്ന് ഞാൻ പറയുന്നില്ല. I will not say that you will hear that conversation in your ear. ഒരു നിയോഗം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരും. But you will feel a guidance in your spirit. ആമേൻ. ആത്മാ നിയോഗം അകത്ത് വരും. You will have guidance of the Holy Spirit in നിങ്ങളുടെ you. അകത്ത് പൊങ്ങി വരും. It will arise in your heart. നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ നിറവുണ്ടാകും. And you will have the infilling of the Spirit in you.
നിങ്ങളുടെ സോളിൽ, പ്രാണനിൽ ആ നിറവുണ്ടാകും. that infilling will be in your soul, നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കാൻ and you will തുടങ്ങും. experience the love of God. നിങ്ങൾക്ക് ആത്മാവിന്റെ സന്തോഷമുണ്ടാകും. You will have the joy of the Spirit. ആത്മാവിന്റെ You സമാധാനമുണ്ടാകും. will have the peace of the Spirit. നിങ്ങളുടെ അകത്ത് ഒരാൾ ചലിക്കുന്നത് കാണാൻ പറ്റും. You can see a person is moving in you. ഹല്ലേലൂയ. Hallelujah. അവന്റെ പേരാ പരിശുദ്ധാത്മാവ്. His name is Holy Spirit. ഇങ്ങനെ അവനുമായുള്ള ഒരു കോൺവെർസേഷനിൽ, ഒരു സംഭാഷണത്തിൽ, ഒരു ബന്ധത്തിൽ, ഒരു അനുഭവത്തിൽ നിങ്ങൾ എല്ലാ നിമിഷങ്ങളും ജീവിക്കാൻ പഠിക്കണം. Like in this manner you should learn to live every minute of your life in conversation and fellowship with the Holy Spirit. അതിന്റെ പേരാണ് ആത്മനിറവിൽ ജീവിക്കുക. This is it is called living with the Spirit. അതിന്റെ പേരാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. It is called walking according to the Spirit, in obedience to the Spirit. കഴിഞ്ഞ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവം തന്ന പ്രധാനപ്പെട്ട 3 വിഷയത്തിൽ അവസാനത്തെ വിഷയമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. To walk in obedience to the Spirit is the third matter the Lord has given us in our previous fasting prayer. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. To walk according to the Spirit. പ്രവാചകന്മാരെ അനുസരിക്കാനല്ല പറഞ്ഞത്. It's not saying to walk according to the prophets. നമ്മുടെ അകത്ത് വലിയ പ്രവാചകനുണ്ട്. There is the greatest prophet in us. അവനെ തിരിച്ചറിയേ. Recognize him. എന്താ തിരിച്ചറിയാത്തത്? Why can't we recognize him? നമ്മുടെ അകത്ത് അതിലും വലിയ ശബ്ദങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. Because we have a lot of voices which are louder than his voice. ഭയങ്കര നോയ്സി നമ്മുടെ അകം. Our inside is full of noise. നമ്മുടെ ചിന്ത, ബ്രെയിൻ, മെമ്മറി ഇതെല്ലാം ഭയങ്കര നോയ്സ്, ഭയങ്കര ബഹളമാണ്. Our thoughts, our brain, our memory is very loud. നമ്മുടെ ഹൃദയം ഭയങ്കര ശബ്ദമയമാണ്. Our heart is full of noise. അതുകൊണ്ടാണ് അവനെ കേൾക്കാൻ പറ്റാത്തത്. That is the reason we can't hear his voice. നമുക്ക് സൗഖ്യം വേണം. We need healing in all these ഇതിന്റെ areas. പേരാണ് ഇന്റേണൽ വാർഫെയർ, അകമയുള്ള യുദ്ധം. The name of this is internal warfare. എന്നെ കേൾക്കുന്നുണ്ടോ? Are you listening? ഉറങ്ങിയാണെങ്കിലും കേൾക്കണേ. Even though you might be sleeping, you can മടങ്ങിപ്പോയ hear. ശേഷം യൂട്യൂബിൽ കേൾക്കണം. When you go back, you can listen in YouTube. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ അകത്തൊരു യുദ്ധം നടക്കുന്നുണ്ട്. There's a warfare going on in us. നമ്മുടെ മനസ്സ് സൗഖ്യമായിട്ടില്ല. Our mind has not been healed. ചിന്തകൾ രൂപാന്തരപ്പെട്ടിട്ടില്ല. Our thoughts have not been transformed. നവീകരിക്കപ്പെട്ടിട്ടില്ല. There's no change. ഹൃദയം സൗഖ്യമായിട്ടില്ല. Our heart does not have healing. നമ്മുടെ വികാരങ്ങൾ സൗഖ്യമായിട്ടില്ല. Our emotions has not been healed. നമ്മുടെ അകത്ത് ഒത്തിരി തെറ്റായിരിക്കുന്ന അറിവുകളുണ്ട്. There's a lot of wrong knowledge in us. ഒത്തിരി തെറ്റായ തീരുമാനമാണ്. And there's a lot of wrong decisions. ഇതുമായിട്ട് വലിയൊരു യുദ്ധമുണ്ട് നമ്മുടെ അകത്ത്. We have a great battle with this in us. നമുക്കിത് ജയിക്കാൻ പറ്റത്തൊന്നുമില്ല. And we are not able to win. അതിനർത്ഥം നമ്മൾ ചുമ്മാ ഇരിക്കാനല്ല. It doesn't mean we should sit simply. പക്ഷേ ജയിപ്പിക്കുന്നത് അകത്തുള്ള പരിശുദ്ധാത്മാവാണ്. But the Holy Spirit who is with us, in us, He is the one who will give us the victory. നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കിയേ പറ്റൂ. We should make captive all the thoughts. നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കിയേ പറ്റൂ. It is a must that we should captivate our എങ്കിലേ thoughts. ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കാൻ പറ്റുകയുള്ളൂ. Only then we will be able to obey Christ completely. അനുസരണം വാക്കിലല്ല, ചിന്തയിലാണ്. Obedience is not in word but in our thoughts. വിശുദ്ധി പ്രവൃത്തിയിൽ മാത്രമല്ല, വിശുദ്ധി ചിന്തയിലാണ്. Holiness is not only in our actions but in our thoughts. സബ്മിഷൻ വാക്കിലല്ല, ചിന്തയിലാണ്. Submission is not only by our words but in our thoughts. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. And all these things are not possible by us. ഇതെല്ലാം തരാൻ പറ്റുന്ന ഒരുവനകത്തുണ്ട്. But the one who is in us is able to give us all these things. അവനാണ് ഇന്റേണൽ വാർ നടത്തുന്നത്. And he is the one who will lead that internal war. അങ്ങനെ ആ ആത്മയുദ്ധം നടത്തണമെങ്കിൽ നാം അവനെ തിരിച്ചറിയണം. So if we should lead this, if we should fight this inner warfare, we should learn to recognize him. ഓരോ സെക്കൻഡുകളും അകത്തുള്ളവനുമായി കൂട്ടായ്മ ആചരിക്കണം. We should keep the fellowship with the one who is in us in every minute of our life. നിങ്ങൾ ആത്മാവിൽ നിറയാൻ തുടങ്ങും. And you will begin being infilled with the Holy അനുഭവിക്കാൻ Spirit. തുടങ്ങും. You will begin experiencing his life. സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. You will begin experiencing joy. സമാധാനം അനുഭവിക്കാൻ തുടങ്ങും. You will experience peace. നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിന്റെ സഹിഷ്ണുത വരും. The perseverance of Christ will come in you. ക്രിസ്തുവിന്റെ ആ ദീർഘക്ഷമ വരും. You will have the patience of Christ. ഒരു വചനമുണ്ട്, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിങ്കിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കട്ടെ.
There's a scripture which says, may God turn your hearts to the patience of Christ. വാക്യോടെ ഓർമ്മയുണ്ടോ? തെസ്സലോനിക്കയിലേക്കായിരിക്കും, ഓർക്കുന്നില്ല. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തെങ്കിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കട്ടെ. The scripture says, may Christ himself turn your heart to the love of God and to the patience of Christ. ഹല്ലേലൂയ. Hallelujah. ആ കർത്താവ് ആരാ അവിടുത്തെ? Who is the Lord here? പരിശുദ്ധാത്മാവാണ്. It is Holy Spirit. പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുക. So here it's calling Holy Spirit the Lord. അവൻ നമ്മുടെ ഹൃദയങ്ങളെ പിതാവിൻ്റെ സ്നേഹത്തിങ്കിലേക്ക് തിരിക്കും. The Holy Spirit will turn our hearts to the love of God. ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്ക് തിരിക്കും. And he will also turn our heart to the patience of Christ. ഈ സഹിഷ്ണുതയാണ് നമ്മുടെ ക്രിസ്ത്യൻ മെച്യൂരിറ്റിയുടെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന പദം. The word patience is the most important word in our maturity as a Christian. ഒരുവൻ പക്വതയിലേക്ക് എത്തി എന്നതിൻ്റെ തെളിവാണ് പേഷ്യൻസ്, എൻഡ്യൂറൻസ്, പെർസിവിയറൻസ്, ലോങ് സഫറിങ്. ഇതൊക്കെ അർത്ഥം പല വാക്കുകളാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ? സഹിഷ്ണുത. The terms patience, long suffering, endurance, all these may be different words and have different meanings, but patience is the sign or the proof of our maturity in Christ. അതെങ്ങനെ ഉണ്ടാകുന്നത്? And how do we have it? നമുക്കുണ്ടോ? Do we have it? നമ്മൾ പുറത്ത് പ്രതികരിച്ചില്ലെങ്കിലും അകത്ത് പ്രതികരിക്കുന്നില്ലേ? Even though we may not react outwardly, we are reacting inside. ചില അകത്തും പുറത്തും സെക്കൻഡ് കൊണ്ട് പ്രതികരിക്കും. Some of us, we react inwardly and outwardly in seconds. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് സഹിഷ്ണുതയുണ്ടോ? When we face a situation, a circumstance, do we have patience? ഒരാൾ നമ്മളെക്കുറിച്ച് ദോഷം പറയുമ്പോൾ നമുക്ക് സഹിഷ്ണുതയുണ്ടോ? Do we have patience when someone speaks against us? വീട്ടിൽ ഒരു വഴക്ക് നടക്കുമ്പോൾ നമുക്ക് സഹിഷ്ണുതയുണ്ടോ? When a fight happens in our house, in our home, do we have patience? ഇന്ന് ഇവിടുന്ന് പൊക്കഴിഞ്ഞാൽ എല്ലാവർക്കും പണി ഉറപ്പാ. ഇന്ന് പണി ഉറപ്പാ. ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് ഇന്ന് ഉറപ്പാ, അടി ഉറപ്പാ. It is sure thing that all of us will have problem when we go home because of this teaching. Amen. Amen. വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് പേഷ്യൻസ്, എൻഡ്യൂറൻസ്, സഹിഷ്ണുതയുണ്ടോ? Do we have endurance and patience when there's a problem in our house? നമുക്കില്ല. We don't have it. പക്ഷെ അത് ഉള്ള ഒരുവനകത്തുണ്ട്. But there's one who is with us, in us, who has that. അപ്പോൾ ആ പരിശുദ്ധാത്മാവുമായി നമ്മൾ ആ ഇൻറ്റിമസിയിൽ, ക്ലോസ് റിലേഷൻഷിപ്പിൽ, ഗാഢമായ ബന്ധത്തിൽ നടക്കാൻ പഠിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ അകത്ത് സഹിഷ്ണുത ഉണ്ടാകുകയാണ്. If you learn to walk in that intimate relationship with the Holy Spirit every minute of your life, what you will see is this patience of the Holy Spirit increasing in your heart. Hallelujah. 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 ഈ ഇടയ്ക്ക് എൻ്റെ അകത്ത് ശക്തമായ ഒരു വെളിപ്പാട് വന്നു. In these last days, I received a great revelation. വചനം നമുക്കറിയാം, We know the word, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. and you all know it. പക്ഷെ ചില പ്രാർത്ഥന സമയങ്ങൾ അങ്ങ് പൊട്ടി അങ്ങ് പുറപ്പെടും ആ വെളിപ്പാട്. But in some moments of prayer, this revelation just will break out. ഞാൻ ഇവിടെ നടന്ന് രാത്രി പ്രാർത്ഥിക്കുകയായിരുന്നു. I was at night time, I was praying and walking here. പെട്ടെന്ന് ചില ആത്മീയ സത്യങ്ങൾ എൻ്റെ അകത്ത് അങ്ങ് വെളിപ്പാടായി പൊട്ടി അങ്ങ് വന്നു. And the scriptures, some of the truths of the word, it just broke out in me. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചൊരു 10 മിനിറ്റ്സ് കൂടെ അവസാനിപ്പിച്ചേക്കാം. I would like to conclude within 10 minutes by reading the scripture. എനിക്ക് ഉച്ചയ്ക്ക് ഒരു യാത്രയുള്ളതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. I'm going to end the meeting quickly because I have to travel in the noon time. ആ വാക്യം വായിച്ചിട്ട് പറയുമ്പോൾ വേഗം മനസ്സിലാകും. After reading the scripture, we will understand it. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാം അധ്യായമാണ്. First epistle of Corinthians, chapter 10. 15. Chapter 15. അതിൻ്റെ 45-ഉം 47-ഉം വാക്യങ്ങൾ. We are going to read 46 and 47. ഓക്കെ, ഞാൻ ചുരുക്കമായിട്ട് പറയും, നിങ്ങൾ അങ്ങ് ഗ്രഹിക്കണം. ഓക്കെ, We should just understand. I'm going to say it briefly. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി.
Verse 45, and so it is written, the first man Adam became a living being, the last Adam became a life-giving spirit. നമുക്കതിൻ്റെ എല്ലാ മർമ്മമൊന്നും ആവശ്യമില്ല, ഒറ്റ കാര്യം എടുത്താൽ മതി. We don't need all the mysteries here, we'll just take one thing. ഒന്നാമത്തെ ആദം നമുക്കറിയാം. We know the first Adam. നമ്മൾ എല്ലാ ദിവസവും അങ്ങാരെ പഴിക്കാറുണ്ട്. We every day we accuse, പഴിക്കുക ദോഷം പറയുന്നുണ്ട്. we every day we are accusing him. അല്ലേ? വാ തുറന്ന നമ്മൾ എന്നും അങ്ങാരെ കുറ്റം പറയും. If you open our mouth, we will always speak blame him. അങ്ങാരെ എവിടെയാണെങ്കിലും പുള്ളി അവസ്ഥ ഓർത്ത് നോക്കിയേ. സ്വർഗത്തിലല്ല, എവിടെ പുള്ളി ഉണ്ട്, പുള്ളി അവസ്ഥയ്ക്ക് കണ്ടു നോക്കി. എല്ലാ ദിവസവും എല്ലാ സഭക്കാരും എല്ലാ പ്രവാചകന്മാരും എല്ലാ പ്രീച്ചേഴ്സും പുള്ളിയും കുറ്റം പറയാം. Wherever he is, we can understand his condition, because every day in every church, every believer, every prophet is accusing him. പുള്ളിയാണ് ഒന്നാം ആദം. He is the first Adam. അല്ലേ? അദ്ദേഹവും സാത്താനും കൂടെ ചേർന്നിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയത്. He and joining with Satan created all the problems in this earth. ഇപ്പോൾ നമ്മളുള്ള എല്ലാ കുഴപ്പങ്ങളും അവർ രണ്ടുപേരുടെ സംഭാവനയാണ്. All the problems in us is the cause of their contribution. Is the contribution from Adam and Satan. Okay, അവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കിട്ടിയതാണ് നമ്മുടെ എല്ലാ കുഴപ്പത്തിനും കാരണം. All the reason for all our problems is the collaboration between Adam and Satan. നമ്മുടെ പഴയ മനുഷ്യനും our old man, our flesh, നമ്മുടെ സ്വയവും, our self, പാപവും, sin, എന്നുവേണ്ട എല്ലാ സാധനങ്ങളും, everything. എല്ലാ പുള്ളിയുടെ അവർ രണ്ടിനും കൂടാ. It belongs to them. കറക്റ്റ്. പക്ഷേ നമുക്ക് വിഷയമുണ്ട്, ഒടുക്കത്തെ ആദാമായി വേറൊരുത്തം വന്നു. But we have a matter here. Last Adam came. ഒടുക്കത്തെ ആദം, ലാസ്റ്റ് ആദം, the last Adam, അത് യേശു കർത്താവാണ്. it is Christ Jesus. ആമേൻ. അതായത് ഒന്നാമത്തെ ആദം ചെയ്ത അല്ലെങ്കിൽ സാത്താനുമായി ചേർന്ന് പുള്ളി ഉണ്ടാക്കിയ സകല കുഴപ്പങ്ങൾക്കും പരിഹാരം ഒടുക്കത്തെ ആദം ക്രൂശിൽ വരുത്തി കഴിഞ്ഞു. The last Adam made a solution for all the problems the first Adam created along with Satan. Clear? Is it clear? ഒന്നാമത്തെ ആദം വരുത്തിയ സകല കുഴപ്പങ്ങൾക്കും അത് നിങ്ങൾ പൂരിപ്പിച്ചോണം എന്തൊക്കെയാണെന്ന്. അത് യേശു അല്ല ഒടുക്കത്തെ ആദം ക്രൂശിൽ പരിഹരിച്ചു കഴിഞ്ഞു. The last Adam solved all the problems created by the first Adam on the cross. അപ്പോൾ എന്തുകൊണ്ട് യേശുവിനെ ലാസ്റ്റ് ആദം, ഒടുക്കത്തെ ആദം എന്ന് പറയാൻ കാരണം? What is the reason behind calling Jesus the last Adam? അത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. It is written in the next scripture. 47-ാം വാക്യം. Verse 47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. The first man was of the earth, made of dust. The second man is the Lord from heaven. കേട്ടോ, 45-ാം വാക്യത്തിൽ ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമിനെ കുറിച്ച് പറഞ്ഞു. The verse 45 talks about the first Adam and the last Adam. 47-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ മനുഷ്യനും രണ്ടാമത്തെ മനുഷ്യനുമാണ്. But the verse 47 talks about the first man and the second man. ഒടുക്കത്തെ ആദാം ഇപ്പോൾ ആരായി തീർന്നു? സെക്കൻഡ് മാനായി, രണ്ടാം മനുഷ്യനായി. The last Adam became the second man. അങ്ങനെ മർമ്മം മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ആദം കഴിഞ്ഞാൽ രണ്ടാമത്തെ മനുഷ്യൻ കയീനാണ്. After the first man Adam, the second man is Cain. Correct? Is it correct? എന്നാൽ യേശു ഒടുക്കത്തെ ആദാമായി ഒന്നാമത്തെ ആദാം ചെയ്ത സകല കുഴപ്പങ്ങൾക്കും പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ യേശു രണ്ടാം മനുഷ്യനെ മാറ്റപ്പെട്ടു. But when Jesus Christ came and solved all the problems the first Adam created, he became the second man. അതിനർത്ഥം The meaning, ആദം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മനുഷ്യൻ ഇപ്പോൾ കയീനല്ല, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. it means after Adam, the second man is not Cain but Jesus Christ. ആദമിനും ക്രിസ്തുവിനിടയ്ക്കുമുള്ള എല്ലാ തലമുറകളെയും ദൈവം ക്രിസ്തുവിലാക്കി വെച്ചു. All the generations between Adam and Christ, God placed them all in Christ. ആദമിൻ്റെയും സകല തലമുറകളുടെയും എല്ലാ കുഴപ്പങ്ങൾക്കും പരിഹാരമായി രണ്ടാമത്തെ ഒടുക്കത്തെ ആദാം ക്രൂശിൽ യാഗമായി തീർന്നു. The second Adam became a sacrifice on the cross for all the problems of Adam and his generations. ഒന്നാമത്തെ ആദം ദൈവത്തിന്റെ കൂടെ ജീവിക്കേണ്ടവനാ. The first Adam was supposed to live with God. പക്ഷെ അവൻ വീണുപോയി. But he fell away from God. ഒടുക്കത്തെ ആദമായി ഒരുവൻ വന്നിട്ട് അവൻ ദൈവത്തിന്റെ മുഴുവൻ ഹിതം അനുഷ്ഠിച്ചു. But one came as the last Adam and he did all what
pleases the heart of Father. ഒന്നാമത്തെ ആദം തുടങ്ങി കഴിഞ്ഞ തലമുറയിലുള്ള സകല മനുഷ്യന്റെയും കുഴപ്പങ്ങൾക്ക് പരിഹാരം വരുത്തി. And he brought a solution to all the generations from Adam to his day. അവനെ രണ്ടാം മനുഷ്യനാക്കി തീർത്തു. And God made him the second man. യേശു രണ്ടാം മനുഷ്യനാ. Jesus is the second man. ആ യേശുവിന്റെ പാരമ്പര്യത്തിലാണ് ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുന്നത്. And God sees us in that in the generation of Jesus Christ. നമ്മളിപ്പോൾ ആദമിന്റെ പാരമ്പര്യത്തിലല്ല, രണ്ടാം മനുഷ്യൻ, ഒന്നാം മനുഷ്യന്റെ പാരമ്പര്യത്തിലല്ല, നമ്മൾ രണ്ടാം മനുഷ്യന്റെ പാരമ്പര്യത്തിലാണ്. We are not in the lineage or generation of the first man Adam, but in the second man or the second Adam who is Christ. ഇത്ര ബോധ്യം വരുമോ? Are we convicted of these matters? വെളിപ്പാടായ പറ്റൂ. All this have to become revelation. വെളിപ്പാടാകുമ്പോൾ തനിയെ താങ്ക്സ് ഗിവിങ്ങും ആരാധനയൊക്കെ പുറത്തു വരും. And when it turns into revelation into your heart, automatically you will have gratitude and thanksgiving toward the Father. ഒന്നുകിൽ ഇപ്പോൾ വെളിപ്പാടാകണം, ഒന്നുകിൽ ഈ ടീച്ചിങ് ഇപ്പോൾ വെളിപ്പാടാകണം. It has to become, this teaching has to turn into revelation right now. അത് പോകുന്ന വഴിക്ക് വെളിപ്പാടാകണം. Or when you're going back. ഈ ദിവസങ്ങൾ വെളിപ്പാടാകണം. Anyhow, this has to become revelation in these days. Hallelujah. 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 അപ്പോൾ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ അകത്ത് ഒരു വെളിപ്പാടെ പൊട്ടി ഇങ്ങോട്ട് വന്നു. This became a revelation in my heart. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദാമേ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. സ്ഥലം വിട്ടു. And then I told Come Adam on. to leave, to evacuate. ആദം നിനക്ക് പോകാം. I said, Adam, you can go, you can leave. പുള്ളി എന്തി? Where is he? എൻ്റെ അകത്ത് പുള്ളിയുണ്ട്. He's in me. പഴയ മനുഷ്യൻ, The old man, ജഡം, the flesh, സ്വയം, the self. പിന്നെ അങ്ങാരും സാത്താനും കൂടി ഉണ്ടാക്കി വെച്ച എല്ലാ കുഴപ്പങ്ങളുടെ അകത്തുണ്ട്. All the problems created by him and Satan is all in me. എല്ലാം ഉണ്ട്. Everything. അതില്ലയോ? Is it not നിങ്ങൾ there? ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ പാസ്റ്ററിന് മാത്രമേ കുഴപ്പമുള്ളെന്ന്. The way you're sitting is like only your pastor has all the issues. ആദമിന്റെ എല്ലാ കുഴപ്പവും നമ്മുടെ അകത്തുണ്ട്. All the problems of Adam is in us. വിട്ടുപോക്കോണം. I said to leave. നിന്നെ എനിക്ക് അറിയത്തില്ല. I said, I don't know you. എനിക്ക് നിന്നെ അറിയത്തില്ല ആദാമേ. I don't know you, Adam. എനിക്ക് അറിയാവുന്നത് രണ്ടാമത്തെ മനുഷ്യൻ യേശുവിനെയാണ്. I know the second man, Jesus Christ. ഇങ്ങാർക്ക് പോകാം. So you can go. ഇങ്ങാരുടെ കൂടെ വന്ന സാത്താനും പോകാം. And the Satan who came with him also can leave. Oh, come on. ഹലോ, ആദമനും പോകാം, സാത്താനും പോകാം. Adam also can leave and also Satan can live with him. നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും എടുത്ത് പൊക്കോളാം. സ്ഥലം വിട്ടു. You can leave with all your deposit. അതൊരു ഭയങ്കര വെളിപ്പാടാ. It was a big revelation. അവിടെ തീർന്നില്ല. But it's not finished എൻ്റെ here. അകത്തുള്ളതെല്ലാം രണ്ടാം മനുഷ്യന്റെ നന്മയാണ്. Everything in me is the blessing of the second man. Hallelujah. Hallelujah. രണ്ടാം മനുഷ്യനിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. There's in the second man there's only blessings in him. അതിപ്പോൾ വിവരിക്കാൻ സമയമൊന്നുമില്ല. But we don't have time to explain all that. രണ്ടാം മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. The second man is the real man. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. He is the Christ Jesus. The perfect man who ever lived in this world, that is Jesus of Nazareth. ഈ ഭൂമിയിൽ ജീവിച്ച ഏക സമ്പൂർണ്ണ മനുഷ്യൻ നസറേയനായ യേശുക്രിസ്തുവാണ്. Amen. The perfect man who ever lived in this earth is Christ Jesus. Amen. Amen. അവന്റെ നന്മ എല്ലാം എനിക്കുണ്ട്. And I have all his blessings. കാരണം The reason ദൈവം being എന്നെ ആ പുത്രനിൽ ക്രിസ്തുവിൽ ആക്കി വെച്ചു. because God has placed me in his son, in Jesus Christ. അതെന്റെ അകത്ത് വെളിപ്പാടാൻ തുടങ്ങി. And it began opening a revelation in my heart. ക്രിസ്തുവിന്റെ പൊസിഷൻസ് എല്ലാം എനിക്കുണ്ട്. I have all the positions of Christ. ഞാൻ നീതിമാനാണ്. I am righteous. ഞാൻ വിശുദ്ധനാണ്. I am holy. ഞാൻ ദൈവത്തിന്റെ മകനാണ്. I am the son of God. പ്രിയ മകനാണ്. I am his beloved ഞാൻ son. ദൈവത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. I am complete in Christ. അങ്ങനെ അനേക ലിസ്റ്റ് ഉണ്ട്, അനേക പോയിന്റ് ഉണ്ട്. So there's a lot of points in this list. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റി ഞാൻ ക്രിസ്തുവിൽ കണ്ടു. So I saw my identity in Christ. എൻ്റെ ഐഡന്റിറ്റി, What is the identity? എൻ്റെ തിരിച്ചറിയൽ. It is my realization. എൻ്റെ തിരിച്ചറിയൽ ക്രിസ്തുവിലാണ്. My realization is in Christ. ആദമിലല്ല എൻ്റെ തിരിച്ചറിയൽ. My realization is not in Adam. എൻ്റെ ഐഡന്റിറ്റി ആദമിലല്ല. My identity is not in Adam. എൻ്റെ ഐഡന്റിറ്റി ക്രിസ്തുവിലാണ്. My identity is in Christ. ആ തരുന്ന ഭയങ്കര സ്വാതന്ത്ര്യമാണ്. And this revelation brought a great freedom. ഭയങ്കര സ്വാതന്ത്ര്യമാണ്. Great freedom. രണ്ട്, Secondly, ഈ രണ്ടാം മനുഷ്യനെ ദൈവം എൻ്റെ അകത്താക്കി വെച്ചു. God has placed the second man in me.
ഞാൻ ക്രിസ്തുവിലാണ്, I am in Christ, ക്രിസ്തു എന്നിലുമാണ്. and Christ is in me. അപ്പൊ അവനിലുള്ള സകല നന്മകൾ എൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞു. So all the blessings of Christ has reached in me. ഞാൻ അത് അന്വേഷിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. I don't have to go searching after it. ക്രിസ്തുവിലുള്ള നന്മകളെ അന്വേഷിച്ച് ഞാൻ പോകേണ്ട ആവശ്യമില്ല. I don't have to search for the blessings of Christ. അതിനുവേണ്ടി നിലവിളിക്കുകയും കരയുകയും ചെയ്യേണ്ട I ആവശ്യമില്ല. don't have to cry out for it. I don't have to ആ supplicate. നന്മകളുള്ള മനുഷ്യൻ എൻ്റെ അകത്ത് താമസിക്കാൻ വന്നു. The man who has all these blessings has come to dwell in me. അത് വെളിപ്പാടാകണം. This has to become a revelation. Christ is in me. This has to become a revelation that ക്രിസ്തു എൻ്റെ അകത്ത്. Christ is in us. അതാ എഫേഷ്യൻസ് ഞാൻ ക്രിസ്തുവിൽ എന്ന് പഠിപ്പിക്കുമ്പോൾ കൊലോഷ്യൻസ് പഠിപ്പിക്കും ക്രിസ്തു എന്നിൽ. ഇത് രണ്ട് വ്യത്യാസം. So when the book of Ephesians teaches us that Christ is in, we are in Christ. Book of Colossians teaches that Christ is in us. We have to have revelation of both matters. ഈ രണ്ട് പുസ്തകം വായിക്കണം. We have to read both books. എഫേഷ്യൻസ് പഠിപ്പിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ, ദൈവം എന്നെ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുന്നു. Book of Ephesians teaches me that I am in Christ. God has placed me in Christ. കൊലോഷ്യൻസ് എന്നെ പഠിപ്പിക്കുന്നു ഈ അനുഗ്രഹമുള്ള ക്രിസ്തു എന്നിലാണ്. Book of Colossians teaches me that the man Jesus Christ who have all the blessings is in me. ഞാൻ ഇനി ആ ക്രിസ്തുവിനെ പരിധി എങ്ങും പോകേണ്ട ആവശ്യമില്ല. We don't have to go around searching for Christ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. The Christ who is the hope of glory is in me. നമ്മുടെ പ്രത്യാശ എന്തുവാ? What is our hope? ഗ്ലോറി. Glory is our തേജസ് hope. പ്രാപിക്കുക, To receive glory. കാമോദ് To പ്രാപിക്കുക. receive kabod. അതിന്റെ പ്രത്യാശ നൽകുന്ന ക്രിസ്തു എൻ്റെ അകത്തിരിക്കുക. The Christ who gives us this hope is in me. ഇവിടം വരെ ശരിയായി. Up to this point we are okay. പക്ഷേ But ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ, പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യ വ്യക്തിയുമായിട്ടുള്ള ഇൻറ്റിമസി വർദ്ധിക്കണം. But if all these matters of all these things should activate in our life, we should have the intimate relationship with the first person I talked about. അദ്ദേഹത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. And his name is Holy Spirit. ആമേൻ. Amen. പിതാവിൻ്റെ സകല അനുഗ്രഹങ്ങൾ ക്രിസ്തുവിന് കൊടുത്തു. All the blessings of the Heavenly Father he gave to his son Jesus എന്നെ Christ. ക്രിസ്തുവിലാക്കി വെച്ചു. And he placed me in Christ. ക്രിസ്തുവിനെ എന്നിലാക്കി വെച്ചു. And he placed Christ in me. അവനെല്ലാം എനിക്ക് തന്നു കഴിഞ്ഞു. He already gave ഈ everything. അനുഗ്രഹങ്ങളെല്ലാം എന്നിൽ ആക്ടിവേറ്റ് ആകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. And it is through the Holy Spirit all these blessings activates in my life. അവന്റെ പേരാണ് കൃപയുടെ ആത്മാവ്. And his name is the Spirit of grace. കൃപ ആർക്കാ ഉള്ളത്? Who has grace? ക്രിസ്തുവിനാ ഉള്ളത്. Christ has grace. ആ കൃപ എന്തുവാ? എന്നെ കൊണ്ട് സാധ്യമാകാത്തതെല്ലാം ദൈവം ക്രിസ്തുവിൽ ചെയ്തു കഴിഞ്ഞു. What is grace? All that which I am not able to do, God has already fulfilled it in Christ. കൃപ ക്രിസ്തു വെച്ചിരിക്കുക. The grace is in Christ. പക്ഷെ അത് എന്നിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലൂടെയാണ്. But it is through the work of Holy Spirit all the grace comes into my അതോടെ അവനെ life. കൃപയുടെ ആത്മാവെന്ന് പറയാൻ കാരണം So his name is, that is the reason his name is the Spirit of grace. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം തേജസ് പ്രാപിക്കുക എന്നല്ലേ? Is it not our greatest aim to receive the glory of God? ദൈവത്തിന്റെ കാബൂദ് പ്രാപിക്കുക, To receive the kabod of God, തേജസ് പ്രാപിക്കുക. to receive his glory. പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ തേജസ്സിന്റെ പിതാവാണ്. It is written of the Heavenly Father that he is the Father of glory. അവൻ തേജസ്സിന്റെ രാജാവാണ്. He is the King of glory. അവൻ തേജസ്സിന്റെ ദൈവമാണ്. He is the God of glory. പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ തേജസ്സിന്റെ കർത്താവാണ്. It is said of the Son Jesus Christ that he is the Lord of glory. പക്ഷെ പറയുന്നു പരിശുദ്ധാത്മാവ് തേജസ്സിന്റെ ആത്മാവാണ്. And it is said of the Holy Spirit that he is the Spirit of glory. The Spirit of glory, തേജസ്സിന്റെ ആത്മ വസിക്കുകയാണ്. He is the Spirit of glory is dwelling in us. അപ്പോൾ നമ്മുടെ അകത്ത് തേജസ് വർദ്ധിപ്പിക്കുന്നത് ആത്മാവാണ്. The Spirit is the one who gives us glory. He is the one who increases. നമ്മുടെ നടുവിൽ തേജസ് കൊണ്ടുവരുന്ന ആത്മാവാണ്. The Spirit is the one who brings down the glory of God among us in our നമ്മുടെ midst. അകത്ത് തേജസ് പെരുകണമെങ്കിൽ തേജസ്സിന്റെ ആത്മാവുമായിട്ട് നമുക്ക് ആഴമേറിയ ബന്ധമുണ്ടാകണം. If we should have the glory of God in us, in our spirit, we should have the intimate relationship with the Holy Spirit. നമ്മുടെ നടുവിൽ കാബോദ് ഇറങ്ങണമെങ്കിൽ തേജസ്സിന്റെ ആത്മാവുമായി നമുക്ക് അടുത്ത ഫെലോഷിപ്പ് കൂട്ടായ്മ ഉണ്ടാകണം. If we should have the kabod of God in our midst, we should have the deep
intimate relationship with the spirit of God. നമുക്കൊരു വലിയ ജയകരമായ ജീവിതമുണ്ട്. We have a life, Victorious great life. We have a victorious life. ആദമിലുള്ളതൊന്നും നമുക്കിനി ആവശ്യമില്ല. We don't need anything which belongs to Adam. ആദമിന്റെയും പിശാചിന്റെയും യാതൊരു പ്രോഡക്റ്റുകളും നമ്മുടെ അകത്തിന് തുടരത്തില്ല. No longer the products of Satan and Adam will continue in us. നിങ്ങൾ വാ തുറന്ന് പറയണം. You should open your mouth and speak. ആ വചനമെല്ലാം നമ്മുടെ അകത്ത് ജീവനാകണം. All the scriptures, all the word of God has to become life in us. വെളിപ്പാടാകണം. It should become revelation. നിങ്ങളുടെ അകത്ത് ആദമിന്റെയും പിശാചിന്റെയും പല ഉൽപ്പന്നങ്ങളും തുടരുന്നില്ലേ? In you all the products of Satan and Adam is continuing. അത് സാധ്യമല്ലെന്ന് പറയണം. You should say it is not possible. കാരണം നമ്മൾ ആദമിന്റെ പാരമ്പര്യത്തിലല്ല ഇനി ജീവിക്കുന്നത്. Because now we are no longer in the lineage of Adam. ഒടുക്കത്തെ ആദാം യേശു വന്ന് ഒന്നാമത്തെ ആദാമിന്റെ സകല പ്രോബ്ലത്തിനും പരിഹാരം വരുത്തിയിരിക്കുകയാണ്. Because the last Adam has made a solution to all the problems of the first man Adam. അവസാനത്തെ ആദാം രണ്ടാം മനുഷ്യനെ മാറ്റപ്പെട്ടു. And the second Adam, the last Adam has become the second man. നാം അവന്റെ പാരമ്പര്യത്തിൽ. We are in his lineage. അതുകൊണ്ട് ആദാമേ നിന്റെ യാതൊന്നും എൻ്റെ മേൽ തുടരത്തില്ല. So Adam, nothing of yours will continue in me. പിശാചേ നിന്റെ യാതൊരു പ്രോഡക്റ്റുകളും ഇനി എന്നിൽ തുടരത്തില്ല. Satan, none of your products will continue in me. അത് വാ തുറന്ന് പറയാൻ ധൈര്യം വേണം. You should have the courage, the boldness to open your mouth and speak. അങ്ങനെ പറയുമ്പോൾ അത് ആക്ടിവേറ്റ് ആക്കുന്ന ഒരു ആത്മാവ് നമ്മിൽ അങ്ങ് എഴുന്നേറ്റ് വരും. So when you begin speaking the words, the spirit will who is able to accomplish it will move in your heart. രണ്ടാമത്തെ വെളിപ്പാട് ഞാൻ ക്രിസ്തുവിൽ, ക്രിസ്തു എന്ന രണ്ടാം മനുഷ്യനിലാണ്. The second revelation is that I am in the second man, Jesus. സ്വർഗ്ഗത്തിലെ എല്ലാ നന്മകളും പിതാവാം ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും പിതാവാം ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ഈ രണ്ടാം മനുഷ്യനായ യേശുവിലുണ്ട്. All the blessings of the Heavenly Father, all His character, all His nature and all the fullness of God is in the second man, Jesus. എന്നെ ആ രണ്ടാം മനുഷ്യനിലാക്കി വെച്ചു. And He has placed me in that second man, Jesus. ആ രണ്ടാം മനുഷ്യനെ എന്നിലുമാക്കി വെച്ചു. And He has placed the second man, Jesus, in me. എൻ്റെ ലെവൽ മാറി, എൻ്റെ പൊസിഷൻ മാറി, ഐഡന്റിറ്റി മാറി. My identity has changed, my level, my standard, my position has changed. ഞാൻ ക്രിസ്തുവിലാണ്. I am in Christ. ക്രിസ്തു എന്നിലുമാണ്. And Christ is in me. അത് അസാധാരണമായ ഒരു ധൈര്യം കൊണ്ടുവരും അകത്ത്. And the revelation of this will bring a great boldness in our heart. അസാധാരണമായ വിടുതൽ കൊണ്ടുവരും. It will bring a great deliverance. അതെല്ലാം നമ്മിലേക്ക് ക്രിയാത്മകമായി കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. And the Holy Spirit is the one who makes it all activate in our life. അവൻ കൃപയുടെ ആത്മാവാണ്. He is the spirit of grace. അവൻ ഇടം കൊടുക്കാൻ തുടങ്ങിയാട്ടെ. Let us begin giving him a space in our heart. അവൻ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. And he will begin teaching us. നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങും. He will begin giving us advice. നിങ്ങളെ വഴി നടത്താൻ തുടങ്ങും. He will guide us in our നിങ്ങളെ life. സൗഖ്യമാക്കാൻ He തുടങ്ങും. will begin to heal us. ശുദ്ധീകരിക്കാൻ He തുടങ്ങും. will begin to sanctify us. നവീകരിക്കാൻ He തുടങ്ങും. will begin to transform us. രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. He will begin to change us. വലിയ ആത്മയുദ്ധത്തിൽ നിങ്ങളെ അവൻ ജയാളികളാക്കാൻ And തുടങ്ങും. he will make us victorious in great spiritual അവൻ warfare. നിങ്ങൾക്ക് വേണ്ടി ഇന്റേണൽ അകത്തുള്ള യുദ്ധം ചെയ്യും. And he will for you in your place he will take upon the internal warfare. ആദമിന്റെ മനസ്സിനെ പിടിച്ചടക്കും. He will captivate the mind of Adam. ആദമിന്റെ ഓർമ്മകളെ പിടിച്ചടക്കും. He will captivate the memories of Adam. തകർക്കപ്പെട്ട ആദമിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളെ അവൻ സൗഖ്യമാക്കും. He will begin healing the broken emotions of Adam. പിശാചിന്റെ പ്രോഡക്റ്റുകളായ പാപത്തെ അവൻ നീക്കം ചെയ്യും. He will remove the product the sin which is the product of Satan. ആദമെന്ന പഴയ മനുഷ്യനെ നീക്കം ചെയ്യും. He will remove the old man which is Adam. ജഡത്തെയും അതിന്റെ പ്രവൃത്തികളെ നീക്കം He ചെയ്യും. will remove the flesh and its works. സ്വയത്തെ നീക്കം ചെയ്യും. He will remove the self. ഒരു വലിയ യുദ്ധം അവൻ നിങ്ങൾക്ക് വേണ്ടി അകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is doing the great warfare in you. അവൻ പുറത്ത് നിങ്ങളുടെ കൂടെ കരം പിടിച്ച് നടത്തും. And outside he is walking, he will walk with you. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. He is with you. അവനോട് സംസാരിച്ചു തുടങ്ങുക. Let us begin talking with him. ഓരോ മിനിറ്റും അവനോട് സംസാരിക്കുക. Talk with him every minute. പരിശുദ്ധാത്മാവേ നീ എൻ്റെ കൂടെ ഉണ്ട്, അതിനായി നന്ദി എന്ന് പറയാം. You say, Holy Spirit, you're with me, thank you. എന്നാൽ അവനെ ദുഃഖിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാൻ തുടങ്ങിയാട്ടെ. And let us also begin to keep away all the things which grieves him. പരിശുദ്ധാത്മാവനെ വേദനിപ്പിക്കുന്നതെല്ലാം മാറ്റുവാൻ ആഗ്രഹിച്ചാട്ടെ. Let us desire to throw out all that
grieves the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടുത്തുന്നതെല്ലാം മാറ്റുവാൻ ആഗ്രഹിച്ചാട്ടെ. Let us decide to put away all the things which hinders the fire of the Holy Spirit. ചിലപ്പോൾ അറിയാതെ അവനെ ദുഃഖിപ്പിച്ചു പോകാം. Maybe unknowingly we may grieve him. പക്ഷെ അവൻ നിങ്ങളെ വിട്ടുപോകത്തില്ല. But he will not leave you. I'm sorry Holy Spirit. ആത്മാവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾ റെസ്റ്റോർ ചെയ്യും. If you say I'm sorry Holy Spirit, he will restore you once again. അവൻ നിങ്ങളെ കരം പിടിച്ച് നടത്തും. He will hold your hands and walk with you. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഈ വലിയ ദൈവകൃപയ്ക്കായി നന്ദി പറയാം. Let us stand up together and give thanks for this great blessing of God. സ്തോത്രമർപ്പിക്കാം. Let us offer up thanksgiving. പിതാവാം ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ പദ്ധതികൾക്കായി നന്ദി പറയാം. Let us give thanks to God for all his great purpose in Christ for us. പിതാവാം ദൈവത്തിന്റെ മഹാസ്നേഹത്തിന് നന്ദി പറയാം. Let us give thanks for the great love of God. കാൽവരി ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രനിൽ അവൻ പൂർത്തീകരിച്ച ഇത്ര ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. Let us give thanks to God for all his great blessings which he accomplished in the cross of Calvary in Jesus Christ his son. ആദാമേ നീ എന്നിൽ അവസാനിച്ചു കഴിഞ്ഞു. Adam, you have your end has come in me. പിശാചേ നിന്റെ അവസാനം വന്നു കഴിഞ്ഞു. Satan, your end has come. ഈ നിമിഷം തുടങ്ങി ആദാമിനും പിശാചിനും എന്റെ മേൽ ഒരു അധികാരമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. I declare that the power of Adam and Satan is no longer have authority on me. ആദമിന്റെ സ്വഭാവത്തിന് എന്നിൽ ഒരു അധികാരവും ഇനിയില്ല. The nature of Adam has no longer authority in me. പിശാചിന്റെ ഒരു പ്രോഡക്റ്റുകൾക്ക് എന്റെ മേൽ ഇനി അധികാരമില്ല. No longer has the product of Satan have authority in me. പാപത്തിന് എന്നിൽ അധികാരമില്ല. Sin has no longer authority in me. ജഡത്തിന് എന്നിൽ അധികാരമില്ല. Flesh has no longer authority in ശാപത്തിന് me. അധികാരമില്ല. Curse has no longer ഒരു authority in me. ശക്തിക്കും എന്റെ മേൽ അധികാരമില്ലെന്ന് No kind of powers have authority in ഞാൻ me. ഉറക്കെ പ്രഖ്യാപിക്കുക. We declare loudly, എനിക്ക് രണ്ടാം മനുഷ്യനായ യേശുവുണ്ട്. I have the second man, Jesus. സ്വർഗത്തിലെ പിതാവിന്റെ സകല നന്മകളും പുത്രനിൽ കൊടുത്തിരിക്കുക. All the blessings of the Heavenly Father is given to the Son. പിതാവിന്റെ സ്വഭാവം പുത്രന് കൊടുത്തിരിക്കുക. The nature, the character of the Father is given to the Son. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും പുത്രന് കൊടുത്തിരിക്കുക. All the heavenly blessings is given to the Son. പിതാവിന്റെ തേജസ് പുത്രന് കൊടുത്തിരിക്കുക. The glory of the Father is given to the Son. എന്നിട്ട് എന്നെ പുത്രനിലാക്കി വെച്ചു. And He has placed me in the Son. എല്ലാ നന്മയ്ക്കും എന്നെ അവകാശിയാക്കി. He made me the heir of all ഈ blessings. നന്മകളെല്ലാം ഉള്ള പുത്രനെ എന്റെ അകത്താക്കി വെച്ചു. And He has placed the Son who has all these blessings in me. എന്റെ സ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തി. He has changed my positions. എന്റെ ഐഡന്റിറ്റിക്ക് മാറ്റം വരുത്തി. He changed my identity. എന്നെ അവൻ പുതിയ ഐഡന്റിറ്റി നിർത്തിയിരിക്കുകയാണ്. And He has placed me in a new അത് identity. ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റിയാണ്. That is the identity in Christ. ഈ എല്ലാ കൃപകളും എന്നിൽ കൊണ്ടുവരുവാൻ ദൈവം തന്റെ പ്രിയ ആത്മാവിനെ എന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. And God has placed His dear Holy Spirit in me who will bring all this into my life. പരിശുദ്ധാത്മാവന്റെ അകത്ത് വെച്ചിരിക്കുന്നു. He has placed the Holy Spirit in my life. എന്റെ in me. മേൽ മുദ്ര വെച്ചിരിക്കുന്നു. He has sealed me with the Holy Spirit. അവന്റെ കൂട്ടായ്മ എന്റെ കൂടെയുണ്ട് And സദാസമയത്ത്. His fellowship is with me at all times. അവനാണ് യുദ്ധവീരൻ. He is the warrior. അവൻ എന്റെ അകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. He is battling in my heart. അവൻ എന്നെ He ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. is sanctifying us. ആദാമിന്റെയും പിശാചിന്റെയും സകല അഭിശിഷ്ടങ്ങളെയും എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുക. And He is removing all the products of Satan and Adam in my heart. അവൻ എന്റെ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. He will hold my heart and guide me. തേജസ്സിന്മേൽ തേജസ്സിലേക്ക് എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. And He is leading me from glory to glory. Come Holy Spirit. Come Holy Spirit. അവൻ വരാൻ പറയുന്നത് അവൻ ഇല്ലാത്തത് കൊണ്ടല്ല, അവൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, പ്രവർത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. We are not saying because He's not with us, but to submit ourselves for His work. പൂർണ്ണമായി സമർപ്പിക്കണം. We have to completely submit. പൂർണ്ണമായി സമർപ്പിക്കണം. We need to have a complete submission. അവൻ പ്രവർത്തിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണത്തിലാണ്. He works in full submission. അവൻ ഭാഗികമായ സമർപ്പണത്തിൽ പ്രവർത്തിക്കുന്നില്ല. He is not working in us when we have a partial submission. അവൻ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം മുഴുവനും കൊടുക്കണം. If He has to work in you, you have to give your heart അവൻ completely. വളരെ വളരെ സെൻസിറ്റീവ് ആണ്. He is very sensitive. അവൻ നിങ്ങൾ തന്നെ പൂർണ്ണമായി കൊടുത്താൽ, If you give yourself completely to Him, നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി കൊടുത്താൽ, if you give your heart completely to Him, ഓരോ നിമിഷവും പരിശുദ്ധാത്മാവേ ഞാൻ നിനക്ക് പൂർണ്ണമായി എന്നെ തന്നെ തരുന്നു പറഞ്ഞാൽ, if you say, Holy Spirit, I give
my life completely. ആ സമർപ്പണത്തിൽ തുടർന്നാൽ And if you continue in the submission, അവൻ ക്രിസ്തുവിന്റെ സകല കൃപകളും നിങ്ങൾ നിറയ്ക്കാൻ തുടങ്ങും. He will begin to fill you with all the blessings of ചിലപ്പോൾ Christ. നാം തെറ്റിപ്പോകാം, Perhaps we might fall away. പാപം ചെയ്യാം, We might sin. അടുത്ത ക്ഷണം മടങ്ങി വരണം. But the next minute we have to come back. ക്ഷമിക്കണമേ എന്ന് പറയണം. You should say, forgive me. ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചു പോയി, ക്ഷമിക്കണമേ എന്ന് We പറയണം. have grieved you. Please forgive us. അവൻ നിങ്ങളെ വിട്ടു പോകത്തില്ല. And he will never leave you. അവൻ അങ്ങനെ പോകാൻ സാധ്യമല്ലല്ലോ. It is not possible for him to അവന് abandon നിങ്ങളെ us. കൊണ്ട് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. He is only able to go with you. അവന് നിങ്ങളെ കൊണ്ട് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. It is only possible for him to അവനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ അങ്ങനെ വിശുദ്ധീകരിക്കാനാ. He has been given to us to sanctify us. യേശു ക്രിസ്തുവിനു വേണ്ടി നിർമ്മല കന്യകയായി നമ്മളെ വിശുദ്ധീകരിക്കാനാണ്. His purpose is to sanctify us as a chaste virgin for Christ. അവൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. He is continuing his work in us. അത് തിരിച്ചറിഞ്ഞാൽ, If you realize him, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, if you submit yourself ആ to him, വിശുദ്ധീകരണം വേഗത്തിലാക്കും. that sanctification will ആ happen പണി quickly in us. വേഗത്തിലാക്കും. The work will be ആ completed കരങ്ങൾ soon. ഉയർത്തി വിളിച്ചു പറയാമോ, വെൽക്കം ഹോളി സ്പിരിറ്റ്. Can you lift up your hands and say, welcome Holy Spirit. പരിശുദ്ധാത്മാവേ, നിനക്ക് എന്നിൽ പ്രവർത്തിപ്പാൻ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. Holy Spirit, we submit our hearts to you to work in എന്റെ ഹൃദയം us. പൂർണ്ണമായി തരുന്നു. We give you our heart completely. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. We submit ourselves എന്റെ completely. സ്വയത്തെ ത്യജിക്കുന്നു. We deny ourselves. പഴയ മനുഷ്യനെ ത്യജിക്കുന്നു. We deny the old man. സാത്താനെ ത്യജിക്കുന്നു. We deny Satan. ആദമിന്റെയും സാത്താന്റെ സകല പ്രോഡക്റ്റുകളെ ഞാൻ ത്യജിക്കുന്നു. We deny every product of Satan and ഞാൻ Adam. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. And we receive Christ. ക്രിസ്തുവിന്റെ നന്മകളെ We സ്വീകരിക്കുന്നു. receive the blessings of Christ. പരിശുദ്ധാത്മാവേ, ഞാൻ നിനക്ക് ഇടം തരുന്നു. Holy Spirit, we give you place in our വാ heart. തുറന്ന് പറയാമോ? Can you open your mouth and ഇപ്പോൾ speak? തന്നെ നിങ്ങൾ അവനെ അനുഭവിക്കാൻ തുടങ്ങും. You will experience right now. അവൻ നിങ്ങളുടെ അകത്ത് വലിയ യുദ്ധം നടത്തും. The Holy Spirit will lead great battles in your അവൻ heart. നിങ്ങളെ വിശുദ്ധീകരിക്കും. He will sanctify you. ചിന്തകളെ He പിടിച്ചടക്കും. will captivate your ഹൃദയങ്ങളെ thoughts. സൗഖ്യമാക്കും. He will heal your heart. വികാരങ്ങളെ He will സൗഖ്യമാക്കും. heal your emotions. നിങ്ങളെ അവൻ അകത്ത് ജയാളിയാക്കി തീർക്കും. He will make you victorious. അവൻ നിങ്ങളെ കരം പിടിച്ച് നടത്തും. He will hold your hands and guide you. തേജസ്സിങ്കിൽ നിന്നും തേജസ്സിലേക്ക് നടത്തും. He will lead you to glory, from glory to glory. അവൻ നിങ്ങളുടെ ബെഡ്റൂമിൽ വരാൻ തുടങ്ങും. He will come in your bedroom. നിങ്ങളുടെ ഓഫീസിൽ വരാൻ തുടങ്ങും. He will come to you in your നിങ്ങളുടെ office. വാഹനത്തിൽ നിങ്ങളുടെ കൂടെ അവൻ സഞ്ചരിക്കാൻ He തുടങ്ങും. will travel with you in your vehicle. നിങ്ങളുടെ മാരേജിൽ അവൻ ഇടപെടാൻ തുടങ്ങും. He will deal in your marriage. നിങ്ങളുടെ എഡ്യൂക്കേഷൻ അവൻ ഇടപെടാൻ തുടങ്ങും. He will help you in your education. നിങ്ങളുടെ ജോലിയിൽ അവൻ ഇടപെടാൻ തുടങ്ങും. He will help you in your job. സമസ്ത മേഖലയിൽ നിങ്ങൾ അനുവദിക്കുന്ന എല്ലായിടത്തും അവൻ ഇടപെടാൻ തുടങ്ങും. He will work in all the areas of your life as you are Lord.